ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ പേ ഔട്ട് കിട്ടാതിരുന്നതിനോടുകൂടി, ഇന്നലെ പ്രതീക്ഷിച്ച പേ ഔട്ട് കിട്ടാതിരുന്നതോടുകൂടി ഒരുപാട് ആൾക്കാർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ വിശ്വസിച്ച് പോന്നിരുന്ന ലീഡർമാർ ചതിക്കുകയായിരുന്നു. അവരുടെ കമ്പനി തന്നെ ഒരു തട്ടിപ്പൻ കമ്പനിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ചെറിയ ചെറിയ വാട്സപ്പ് നോട്ടുകളിൽ നിന്നൊക്കെ വോയിസ് നോട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ തോൽവി മന്ത്രയിലെ ജിനിൽ ജോസഫും കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോടതി വിധിയോടുകൂടി എല്ലാം തന്നെ ഓക്കെ ആയി, എല്ലാ അക്കൗണ്ടുകളുടെയും ഫ്രീസിങ് മാറ്റി എന്നൊക്കെയായിരുന്നു അവൻ തള്ളിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കളവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ ഇന്ന് പറയുകയാണ്, ഹൈക്കോടതിയുടെ ഉത്തരവ് കലക്ടർക്ക് കൊടുക്കണം, കലക്ടർ ആ ഉത്തരവ് ജില്ലാ കോർട്ടിൽ കൊടുക്കണം, ജില്ലാ കോർട്ടിന് എടുക്കുന്ന ഉത്തരവ് പിന്നെയും കലക്ടർക്ക് കിട്ടണം, കലക്ടർ പിന്നെ അത് നമ്മുടെ ഹെഡ് ഓഫീസിൽ കൊടുക്കണം, ഹെഡ് ഓഫീസ് നമ്മുടെ HDFC ബാങ്ക്, ICICI ബാങ്കിൻ്റെയൊക്കെ ബ്രാഞ്ചിൽ കൊടുക്കണം. അതൊക്കെ വെറും 1, 2, 3. അപ്പോൾ ഇന്ന് 29, 30, 31 അവന് എല്ലാം 3 ദിവസം കൊണ്ട് എല്ലാം റെഡിയാവും എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, കോടതിയൊക്കെ വെക്കേഷനാണ്. കോടതി ഇനി 3-ാം തീയതി മാത്രമേ തുറക്കുകയുള്ളൂ. 3-ാം തീയതി. 2-ാം തീയതി എന്ന് പറയുന്നത് ഇവരുടെ 10 ദിവസത്തെ വട്ടച്ചെലവിൻ്റെ പൈസ എടുക്കാനുള്ള, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് വട്ടച്ചെലവിനുള്ള പൈസ എടുക്കാനുള്ള, നമ്മുടെ തൃശ്ശൂർ സെഷൻ കോർട്ടിൽ പോകാനുള്ള പേപ്പർ വാങ്ങാനുള്ള പൈസ, വണ്ടിക്കൂലി ഒക്കെ എടുക്കാനുള്ള സമയം, അല്ലെങ്കിൽ വക്കീലിനെ കാണാൻ പോകാനുള്ള, വക്കാലത്ത് ഏൽപ്പിക്കാൻ പോകുമ്പോൾ കൊടുക്കേണ്ട പൈസയൊക്കെ എടുക്കാനുള്ള ദിവസം തീരുകയാണ് 2-ാം തീയതി. 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ ലീവാണ്. അതിനിടയ്ക്ക് 31 ഞായറാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2-ാം തീയതി എന്ന് പറയുന്നതും കളവാണ് എന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കണം, ഈ 3 ദിവസം കൊണ്ട് ഇത്രയും 8 ദിവസം അനങ്ങാതിരുന്ന കമ്പനി എങ്ങനെയാണ് അടുത്ത 3 ദിവസം മലമറിക്കാൻ പോകുന്നത്? അപ്പം നമ്മളൊക്കെ ആദ്യമേ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവൻ അവസാനം വളച്ചൊടിച്ച് അതിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയായാലും 2-ാം തീയതി നിങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതാണ്. ഇന്നലത്തെ എൻക്വയറിയോടുകൂടി, EDയുടെ എൻക്വയറിയോടുകൂടി ഇവരുടെയൊക്കെ വാലറ്റൊക്കെ തുറപ്പിച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പറഞ്ഞു, എടുക്ക്, തുറക്ക്, നിങ്ങളുടെ അക്കൗണ്ട് തുറക്ക്, നോക്കട്ടെ നിങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിപാടികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലൊന്നും വെളിപ്പെടുത്താൻ സാധ്യമല്ല. അപ്പോൾ ഇവരൊക്കെ വിളിച്ച ലീഡർമാരുടെയൊക്കെ കപ്പാസിറ്റി അറിയണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത സെറ്റ് ആൾക്കാരെ വിളിക്കുന്നതായിരിക്കും. അതിനുശേഷം അറസ്റ്റിലേക്ക് നീങ്ങുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എവിടെ പോയി ജയ് ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട ആൾക്കാരൊക്കെ എവിടെ പോയി? ജയ് ഹൈറിച്ച് ആൾക്കാരെയൊന്നും കാണുന്നില്ല. വല്ലാത്ത കഷ്ടം തന്നെ അല്ലേ? അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, എനിക്ക് എന്തിനാണ് ഇത്ര സന്തോഷം, ഈ ഒരാളുടെ പൈസ നമ്മളൊക്കെ പണക്കാരാവുന്നതിൽ എന്താണ് നിനക്ക് ഇത്ര സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നിയമം മൂലം നിരോധിച്ച ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ ആൾക്കാരെ കബളിപ്പിച്ചും പറ്റിച്ചും പിടിച്ചു പറിച്ചും പൈസ ഉണ്ടാക്കുന്നത്
ശരിയല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ അസൂയ കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ നിയമം നിലനിൽക്കണം, ആ നിയമം ഇവിടെ പാലിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണോ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ബൈ.